അപ്പോൾ സാധാരണഗതിയിൽ വിഷുഫലം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ഫലത്തിലേക്കാണ് ഘടിക്കുക. അത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന വ്യതിയാനങ്ങളും ഗ്രഹേശ്വരന്മാരുടെയും രാശികളുടെയും ഗതിവിഗതികളും ഒക്കെ കണക്കാക്കിയാണ് നമ്മൾ വിഷുഫലം പ്രതിപാദിക്കൽ. വിഷുഫലം കണക്കാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ വിഷുഫലം കണക്കാക്കുന്നതായ അവസ്ഥയിൽ ആദ്യം നമ്മൾ ചിന്തിക്കുക എന്താണ് വിഷു എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ വിഷു എന്ന് പറയുന്നത് രാവും പകലും സമമായി വരുന്നതിനെയാണ് വിഷു എന്ന് പറയുക. അത് തുലാമാസം 1-ാം തീയതിയും വിഷുദിനമാണ്. അതിനെ വിഷുവത് കാലം എന്നാണ് പറയുക. പക്ഷേ മേടമാസത്തിലെ വിഷുവാണ് നമ്മൾ 1-ാം തീയതിയാണ് വിഷുവായിട്ട് സാർവത്രികമായിട്ട് ആചരിച്ചു പോരുന്നത്. അതിന് ഈ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടെത്തിയിട്ടുള്ളതായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അപക്രമവൃത്തവും ഘടികാവൃത്തവും തമ്മിൽ സ്പർശിക്കുന്ന 2 സ്ഥാനങ്ങളാണ് വിഷു എന്ന് പറയുക. അത് സാധാരണഗതി ചിലപ്പോൾ മേടമാസം 1-ാം തീയതി എന്നുള്ളത് മേടമാസം 2-ാം തീയതിയായിട്ട് വിഷു ആചരിച്ച് പോരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ആ വിഷുഫലത്തിൻ്റെ ഗ്രഹസ്ഥിതിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഫലങ്ങളെ പ്രതിപാദിച്ച് പോരുക. സാധാരണഗതിയിൽ വിഷു ദിനം വെച്ചിട്ടാണ്, കലിദിന സംഖ്യ വെച്ചിട്ടാണ് ഗണിതക്രിയകൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ കലണ്ടറും ആരംഭിക്കുന്നത് മേടം മുതലാണ് അതിൻ്റെ ഗണിത വിഷയങ്ങളുടെ പ്രാരംഭം ഉണ്ടാവുക. നമ്മൾ മലയാള മാസം തുടങ്ങുന്ന ചിങ്ങം 1-ാം തീയതി മുതലാണെങ്കിലും ഈ ഗണിതക്രിയകളുടേതായിരിക്കുന്ന വിഷയം വിഷുവിൻ്റെ കലിദിന സംഖ്യ മുതലാണ്. അതാണ് കൊല്ലാബ്ദേ തരളാങ്കഢ്യം ധീജഗന്ത് പുരാഹതം ശേഷക്രിയോനം തത്സമേന വിഷുക്കലി. അങ്ങനെയാണ് വിഷു ഗണിക്കുക, കലിദിനം ഗണിക്കുക. ആ കലിദിനത്തിൽ നിന്ന് ഗണിതമാണ് പിന്നീടുള്ളതായിരിക്കുന്ന എല്ലാ പഞ്ചാംഗങ്ങളും. വാരം, നക്ഷത്രം, കരണം, നിത്യയോഗം മുതലായിരിക്കുന്ന പഞ്ചാംഗങ്ങൾ മുഴുവൻ ഗണിതത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഈ 5 സാധനങ്ങൾ ചേർന്നതിനെയാണ് പഞ്ചാംഗം. വാരം, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം. ഈ 5 സാധനങ്ങൾ ചേരുന്നതാണ് നമ്മൾ പഞ്ചാംഗം എന്നുള്ള 5 അംഗങ്ങൾ എന്ന് പറയുക. അപ്പോൾ ആ വിഷു പുറക്കുന്നതായിരിക്കുന്ന വാരം, അതിൻ്റെ നക്ഷത്രം, അതിൻ്റെ കരണം, യോഗം മുതലായ വിഷയങ്ങളുടെ കുറിച്ചുള്ളതായിരിക്കുന്ന ഫലങ്ങളും ആ സംക്രമ പുരുഷൻ്റേതായിരിക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പറഞ്ഞു പോരൽ പതിവാണ്. ഈ വർഷത്തെ വിഷുസംക്രമം കുംഭശനി മേടവ്യാഴം കൊല്ലവർഷം 1199-ാം ആണ്ട് മീനമാസം 31-ാം തീയതി, ക്രിസ്തുവർഷം AD 2024 ഏപ്രിൽ മാസം 13 ശനിയാഴ്ച രാത്രി 8:31 മകേരം നക്ഷത്രത്തിൽ ചതുർത്ഥപാദവും മിഥുനക്കൂറിൽ ശുക്ലപക്ഷ ഷഷ്ടി തിഥിയും വരാഹക്കരണവും ശോഭനനാമിത്യ അന്തിരാഖ്യവും കൂടിയ സമയം ആകാശ ഭൂതോദയം കൊണ്ടാണ് മേടരവി സംക്രമം. സംക്രമപുരുഷൻ സ്ഥിതനാകിയാൽ സകല സാധന സാമഗ്രികൾക്കും വില വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സംക്രമദേവത രാക്ഷസിയാകിയാൽ ചണ്ടാലാദേവികൾക്ക് സുഖം എന്നാണ് പറയുക. സൂകരം വാഹനമാകിയാൽ സസ്യങ്ങൾക്ക് നാശങ്ങൾ ഉണ്ടാവാനുള്ളതായ ലക്ഷണവും പറയും. വസ്ത്രം ചിത്രവർണ്ണമാകിയാൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും. വിളകൾക്കും കാർഷികമായ ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ വർധനവും അതിൻ്റെ ഉൽപ്പാദനവും വർദ്ധിക്കുവാൻ ഇടവരും. പുഷ്പം ബഹളമാകിയാൽ ക്ഷുൽപിഭാസാദി ദുഃഖം മുതലായ ഫലങ്ങൾക്കും ഇടവരും. രജതം അലങ്കാരമാകിയാൽ സ്വർണത്തിനും വെള്ളിക്കും ഒക്കെ വില കൂടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചന്ദനം വിലേപനമാകിയാൽ സുവൃഷ്ടിയും ലോഹഹിതവും ഫലമാണ്. അതുപോലെ സംക്രമപുരുഷൻ്റെ വർണ്ണം കൃഷ്ണവർണ്ണമാകിയാൽ, അത് ഛത്രമാകിയാൽ സർവപ്രകാരേണയുള്ള ലോകനാശത്തിന് സാധ്യത വരും. താമ്രം ഭോജനപാത്രമാകിയാൽ സുവൃഷ്ടിയും സുഖവും ഫലമാണ്. സഭക്തു ഭക്ഷണമാകിയാൽ ദുർഭിക്ഷം ഫലമാണ്. ഭേരിവാദ്യമാകിയാൽ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കുമൊക്കെ
യശോവൃദ്ധി ഉണ്ടാവാനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട്. പടിഞ്ഞാറ് മുഖം ആകയാൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ളതായ യോഗവും പറയേണ്ടതായിട്ടുണ്ട്. ഉത്തരദിക്കിൽ ഗമനമാകിയാൽ തദ്ദേശവാസികൾക്കും പല പ്രകാരത്തിലുള്ളതായ നാശങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടവരും. മാത്രമല്ല ലോകത്ത് പരസ്പരമുള്ളതായിരിക്കുന്ന മാത്സര്യം വർദ്ധിച്ച് തീവ്രവാദികളുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ യുദ്ധാരംഭവും ഒക്കെ വരുവാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. സലജ്ജാ സ്വഭാവം ആയതുകൊണ്ട് സുവൃഷ്ടി ഫലം, അപ്പോൾ നല്ല മഴയൊക്കെ ലഭിക്കുവാനുള്ളതായ സാധ്യതയും പറയും. എന്നിരുന്നാലും ചൂട് പൊതുവെ കൂടുവാനുള്ള സാധ്യത ക്രമേണ ഉണ്ടെന്ന് വേണം പറയുവാൻ. ഖഡ്ഗം ആയുധമാകിയാൽ കലഹവും ദുർമരണവും ഒക്കെ ഉണ്ടാവാനുള്ളതായ സാധ്യതയും ഉണ്ട്. അഗര സ്നാനജലമാകിയാൽ രാജഭയം, അനാവൃഷ്ടി മുതലായിരിക്കുന്ന ഫലങ്ങളും ഉണ്ടാവും. മേഘം വാരണമാകിയാൽ ബഹുവൃഷ്ടി ഫലം എന്നിങ്ങനെയുള്ള ഫലങ്ങളുണ്ട്. വർഷം ഒരു പറയാണ്, അതായത് 10-5 ഭാഗം സമുദ്രത്തിലും 3 ഭാഗം വനപർവ്വതങ്ങളിലും കഴിച്ചാൽ ഭൂമിയിൽ പതിക്കുന്ന 2 ഇടങ്ങഴി ജലമായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു 10 യോജന വിസ്താരം 100 യോജന ഉയരമുള്ള പറയാണ്. 4 കോല് ഒരു ദണ്ട്, 1 യോജന 8000 ദണ്ട്. ഇത് ദേവമാനമാണ്. ഇതാണ് സംക്രമപുരുഷൻ്റേതായിരിക്കുന്നത്. സംക്രമം പൂർവ്വരാത്രിയിലാകിയാൽ രാത്രിജനന്മാർക്ക് നാശം ഉണ്ടാവും. സംക്രമാധിപൻ ശനിയാകിയാൽ സർവനാശഫലവും അതേപോലെ ലോകത്തിന് ആപത്തുകളും അരിഷ്ടതകളും ഉണ്ടാകും. വാഹനഭയങ്ങൾ അതുപോലെ ഫ്ലൈറ്റ് അപകടങ്ങൾ ഒക്കെ വന്നുകൂടാനുള്ളതായ സാധ്യതയും തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു വിഷയത്തിലാണ് സംക്രമ സമയം വേലിയേറ്റമാകിയാൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർക്ക് അതിൽ നിന്നും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവാൻ ഉള്ളതായ ഒരു ലക്ഷണവുമുണ്ട്. അതുപോലെ സമുദ്ര സമ്പത്ത് വർദ്ധിക്കാനും സമുദ്രത്തെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർക്ക്, മത്സ്യബന്ധനം ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ നല്ല ഫലം വന്നുകൂടാനുള്ളതായ ഇതാണ്. ഷഷ്ടി തിഥിയിലാകിയാൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധവും നേതാക്കൾ തമ്മിൽ മത്സരവും ധാന്യക്ഷയവും സ്വൽപ്പവർഷവും ഫലം എന്നാണ്. വരാഹക്കർണമായ പ്രജകൾക്കാപത്തും വർഷക്കുറവും വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംക്രമം ശോഭനനാമത്യോഗത്തിലാകിയാൽ സർവ്വത ശുഭഫലം എന്നാണ് പ്രതിപാദിക്കുന്നത്. വൃശ്ചികം രാശിയിലാകിയാൽ അതിവർഷമുണ്ടാവാം. മിഥുനക്കൂറിലാകിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധമോ കലഹമോ അതേപോലെ തന്നെ അതിക്രമിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. രാഹു മീനത്തിലാകിയാൽ സർവ സസ്യ സമൃദ്ധി ഫലമുണ്ടാവും. വ്യാഴം മേടത്തിലാകിയാൽ സസ്യസമൃദ്ധിയും രാജകോപവും ഉണ്ടാകുവാനുള്ള ലക്ഷണമുണ്ട്. ശനി കുംഭത്തിൽ നിൽക്കിയാൽ പ്രജകൾക്ക് ക്ഷേമം ഫലമാണ്. ചൈത്രാരംഭം ചൊവ്വാഴ്ചയാകാൽ പർവ്വതങ്ങളിൽ വർഷിക്കുക. ആകാശഭൂതമാകയാൽ സസ്യങ്ങൾക്ക് നാശം സംഭവിക്കാനുള്ളതായ ലക്ഷണവും ഈ സംക്രമ പുരുഷൻ്റെ ഈ ഫലങ്ങളെ കൊണ്ടൊക്കെ നമ്മൾക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വിഷുഫലത്തിൽ ഏതേതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണവും ദോഷവും എന്നുള്ളതായ ഒരു ഫലം പറയുകയും അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് ഒരു മേടക്കൂർ മുതൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ താഴോട്ട് പ്രതിപാദിക്കുന്നതായ ഒരവസ്ഥ ഇതിലുണ്ട്. രോഹിണി, മകയിരം, തിരുവാതിര എന്നീ 3 നക്ഷത്രങ്ങൾ ആദിശൂല നക്ഷത്രമാണ് വിഷുവിൻ്റെ. അതിൽ ധനനാശം, രോഗാപത്തുകൾ, വ്യയം, കേസുകൾ, വ്യവഹാരങ്ങൾ മുതലായിരിക്കുന്നതായ ഫലങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടതായ ഒരു വർഷമാണ് നമുക്ക് ഈ 1199. അതേപോലെ തന്നെ പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങൾ ആദിഷട്ക നക്ഷത്രമായതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ടസിദ്ധിയും സൽകൃതിയും ധനലാഭവും കർമ്മലബ്ധിക്കും ഇടയുള്ളതായ ലക്ഷണവും പറയേണ്ടതായിട്ടുണ്ട്. അത്തം, ചിത്തിര, ചോതി എന്നുള്ള ഈ 3 നക്ഷത്രങ്ങൾ മധ്യശൂല നക്ഷത്രമായതുകൊണ്ട് ആ നക്ഷത്രക്കാരും അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ബന്ധുനാശം, സ്വജനവിരോധം, അപമാനം, മനക്ലേശം, ദാമ്പത്യവിരഹം, വൈരുദ്ധ്യത മുതലായിരിക്കുന്ന ഫലങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്.
അതിൽ വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ മധ്യഷഡ്ക നക്ഷത്രമായതുകൊണ്ട് അവർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും നന്മയും ഫലമുണ്ടാവും. തിരുവോണം, അവിട്ടം, ചതയം എന്നീ 3 നക്ഷത്രങ്ങൾ അന്ത്യശൂല നക്ഷത്രമായതുകൊണ്ട് അവർക്ക് ആയുധക്ഷതി, പതനഭയം, പശുപക്ഷി മുതലായവ നിമിത്തമുണ്ടാകുന്ന ആപത്തുകൾ ഇവയൊക്കെ അനുഭവിക്കാനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട്. അതിൽ പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി എന്നീ നക്ഷത്രങ്ങൾ അന്ത്യഷഡ്ക നക്ഷത്രമായതുകൊണ്ട് അവർക്ക് ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരലബ്ധിയും സുഖവും. അതിൽ ഭരണിയും കാർത്തികയും കൂടി അന്ത്യഷഡ്ക നക്ഷത്രത്തിൽ പെടുന്നതാണ് എന്ന് നമ്മൾക്ക് കാണുന്നുണ്ട്. ഇനി അതിൻ്റെ ദേവതാഫലങ്ങളാണ്. ആ ദേവതാഫലങ്ങളിൽ അശ്വതി, രോഹിണി, പുണർതം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി എന്നെല്ലാം ശിവൻ ദേവതയാണ്. ആ ശിവദേവതയായതുകൊണ്ട് അവർക്ക് മനക്ലേശത്തിനും കുടുംബ സുഖ ഹാനിക്കും അതോ രോഗദുരിതങ്ങൾക്കും ശത്രുപീഠകൾക്കും സാധ്യതയുണ്ടാവും. അത് ഭരണി, മകീരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി എന്നിവ ദേവത ബ്രഹ്മാവായതുകൊണ്ട് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളും ആയിരിക്കും. കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, തൃക്കേട്ട, ഉത്രാടം, ചതയം രേവതി നക്ഷത്രങ്ങൾ വിഷ്ണു ദേവതയാൽ കാര്യലാഭവും പ്രാസാദാദി ഗുണവും ഗൃഹലാഭവും കർമ്മപുഷ്ടിയും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കർമ്മലബ്ധിക്കുള്ളതായ ഒരു കാലമാകുന്നു എന്നാണ് വിഷുവിൻ്റെ ഈ നക്ഷത്രങ്ങൾക്കുള്ളതായിരിക്കുന്ന പൊതുവായ ഒരു ഫലം. ഇനി നമ്മൾ അതിനെ ഓരോ കൂറുകാർക്കും എപ്രകാരം ഇരിക്കുന്നു എന്നും ഓരോ നക്ഷത്രക്കാരെയും അതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അങ്ങോട്ട് നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് വരാമകരൻ ജ്യോതിഷത്തിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള ആചാര്യനാണ് വരാമകരൻ. അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ ഗ്രന്ഥമാണ് ഹോരാശാസ്ത്രം എന്നുള്ള പുസ്തകം. ആ ഹോരാശാസ്ത്രത്തിൻ്റെ 16-ാം അധ്യായത്തിൽ ഓരോ കൂറുകാരെക്കുറിച്ചും പ്രത്യേകമായിട്ട് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. മേടക്കൂറ് എന്ന് പറയുമ്പം അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയും ഉൾക്കൊള്ളുന്നതാണ് മേടക്കൂർ. ആ മേടക്കൂറിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വഭാവത്തോടു കൂടിയ ആൾക്കാരായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് വൃത്താതാമ്രദുഷ്ണശാഖലേഖപുക് ക്ഷിപ്രപ്രസാദോടന കാമീ ദുർബലജാനുരസ്ഥിരധന ശൂരോങ്കനാവല്ലഭ സേവാജ്ഞക്കുനഖീ വൃണാങ്കിത ശിരാമാനീ സഹോത്ഥാഗ്രജ ശക്ത്യാ പാണിതലംഘി ചപലസ്തോയേജ ഭീരുക്രിയേ. വൃത്താതാമ്രദുഷ്ണശാഖലഘുക്ക് അവരുടെ നല്ല മനോഹരമായ വൃത്തമായ ചുവന്ന കണ്ണുകളോട് കൂടിയവരായിരിക്കും. ഇലക്കറികൾ ഭക്ഷിക്കുക, ലഘുബുക്കാണ്, കുറച്ചേ ഭക്ഷിക്കത്തുള്ളൂ. ക്ഷിപ്രപ്രസാദ പെട്ടെന്ന് സന്തോഷിക്കുകയും പെട്ടെന്ന് ദുഃഖിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അടനഹ സഞ്ചാരപ്രിയരായിരിക്കും. കാമീ ദുർബലജാനു ഒരു കാൽമുട്ടിന് വേദനയുണ്ടാവും. അസ്ഥിരമായ ധനം, ശൗര്യം, സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനാകുക, ക്രയവിക്രയേഷു കുശല. വൃത്താതാമൃതകൃഷ്ണശാഖലഹുക്ഷിപ്രപ്രസാദോടന കാമീ ദുർബലജാന അസ്ഥിരധന ശൂരോങ്കനാവല്ലഭ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കും. സേവാജ്ഞ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള നല്ല കമാൻഡിങ് പവറുള്ള ആൾക്കാരായിരിക്കും. കുനഖി കുഴിനഖുള്ള ആളാവും. വൃണാങ്കിതശിരഹ ഇവിടെ കഴുത്തിന് മേലോട്ടോ ശിരസിലോ ഒരു മുറിവ് വന്ന പാട് വൃണാങ്കശിര. മാനീ സഹോത്ഥാഗ്രജ സഹോദരങ്ങളിൽ വെച്ച് മൂത്താളെന്നും അഭിമാനിയായിരിക്കും എന്ന് പറയുന്നു. അഗ്രജനാണ്. ശക്തിയാ ഉള്ളംകൈയിൽ ശക്തിരേഖ ഉണ്ടാവും. ചപലഹ ചില സമയത്ത് മോശം സ്വഭാവം കാണിക്കും, ചപല സ്വഭാവം കാണിക്കും. സ്തോയേജ ഭീരുക്രീ വെള്ളത്തിൽ പേടിച്ചിട്ടുള്ള ആളും ആവും. അതാണ് ഈ മേടൻ രാശി ജനിച്ചാലുള്ള മേടൻ രാശി കൂറിലുള്ള ഫലം. അതായത് അശ്വതിയുടെ ഭരണിയും അശ്വതിയും കാർത്തികയുടെ കാലും കൂടെ ചേരുന്നതായിരിക്കുന്ന ഭാഗത്തെയാണ്
മേടക്കൂറ് എന്ന് പറയാം. അല്ലെങ്കിൽ മേടത്തിൽ ചന്ദ്രൻ നിൽക്കുക. ചന്ദ്രൻ ഒരു രാശിയിൽ 2.25 നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ കൂറ് ഫലം എന്നുള്ള രീതിയിൽ 2.25 നക്ഷത്രത്തിന് ഓരോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കൂറ് ഫലമാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇടവരാശിയാണ്. ഇടവരാശി എന്ന് പറയുമ്പോൾ കാർത്തിക, മുക്കാലും, രോഹിണിയും മകരത്തിൻ്റെ അരയും കൂടെ ചേരുന്നതായിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് ഇടവക്കൂർ എന്ന് പറയുക. ആ ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാർ കാന്തഖേലഗതി പൃഥോരുവദന പൃഷ്ടാസ്യ പാർശ്വങ്കിതസ്ത്യാഗീ ക്ലേശസഖ പ്രഭു കകുതുവാൻ കന്യപ്രജശ്ലേഷ്ണ പൂർവൈർബന്ധുവിരാത്മജൈശ്വരഹിത സൗഭാഗ്യയുക്ത ക്ഷമീ ദീപദാഗ്നി പ്രമദാപ്രിയ സ്ഥിരസുൽ മധ്യാന്ത്യ സൗഖ്യോ ഗവി. അതായത് ഇടവക്കൂറിൽ ജനിക്കുന്ന ആൾക്കാർ മനോഹരമായ നടത്തം, അവർ നല്ല രീതിയിൽ നടക്കും. നമ്മുടെ മോഹൻലാൽ സ്റ്റൈലിലൊക്കെ നടക്കുന്ന പോലെ ആൾക്കാർ നടക്കും. തടിച്ച തുടയും മുഖവും അടയാളവും ഉള്ള ആൾക്കാരായിരിക്കും. ദാനശീലത്വം, പൃഷ്ടാസ്യ പാർശ്വങ്കിത, പൃഷ്ഠത്തിലോ പുറകിലോ ചന്തിക്കോ അല്ലെങ്കിൽ പാർശ്വത്തിലോ മുഖത്തോ പൃഷ്ടാസ്യ പാർശ്വങ്കിത അവരുടെ അടയാളം അല്ലെങ്കിൽ മറുകുള്ള ആൾക്കാരായിരിക്കും. ത്യാഗി, വളരെ ത്യാഗബുദ്ധിയുള്ള ആൾക്കാർ. ക്ലേശസഹ, ക്ലേശങ്ങൾ സഹിക്കുന്നവരായി. പ്രഭുത്വമുള്ള ആൾക്കാർക്ക്. കകുതവാൻ, നല്ല രീതിയിൽ വർത്തമാനം പറയാൻ, എല്ലാവരെ പറഞ്ഞ് വശത്താക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ആളായിരിക്കും. ധനത്തെയും സന്താനങ്ങളെയും വിട്ടുപിരിയുക. ആദ്യകാലത്തുള്ള സഹോദരങ്ങളാണ്. പൂർവേർ ബന്ധുവീർ ആത്മജശ്ചരഹിത. അപ്പോൾ ഒന്നുകിൽ ആദ്യത്തെ ഭാര്യ അല്ലെ ആദ്യത്തെ സ്നേഹിക്കുന്നവർ അകന്നു പോവുക, ഭാര്യ വിട്ടു പോവുക, ഭാര്യക്കുറവ് ഉണ്ടാവുക, സന്താനങ്ങളെ കൊണ്ട് ക്ലേശിക്കുക, അല്ലെ ആദ്യത്തെ സന്താനത്തിനെ കൊണ്ട് ക്ലേശിക്കുക, അല്ലെ തൻ്റെ ബന്ധുക്കളായിട്ട് വരുന്ന ആൾക്കാർ തന്നിൽ നിന്നും അകന്നു പോവുക. സൗഭാഗ്യമൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും തോട് കൂടിയവരായിരിക്കും. അലസത സ്വഭാവം അവരിൽ വിട്ടുമാറാത്ത ഇതുണ്ടാകും. വല്ലാത്ത വിശപ്പോട് കൂടിയ ആൾക്കാരും ആയിരിക്കും. സ്ത്രീകൾക്ക് പ്രിയത്വമുള്ളവരും സ്ഥിരബുദ്ധിയുള്ളവരും ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടം മുതൽ മുമ്പോട്ട് ജീവിതസുഖം അനുഭവിക്കുന്നവരും ആയിരിക്കും. സ്ഥിരമായിട്ടുള്ള നല്ല സുഹൃത്തുക്കളും ഉണ്ടാകുന്ന സ്വഭാവത്തോടു കൂടിയ ആൾക്കാരായിരിക്കും ഇടവക്കൂറുകാർ. നമ്മൾ മൂന്നാമത്തെ കൂറെന്ന് പറയുന്നത് മിഥുനക്കൂറാണ്. അത് മകരത്തിൻ്റെ അരയും തിരുവാതിര പുണർത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടെ ചേരുന്ന ഒരു നക്ഷത്രം 4 പാദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മകരത്തിരയും തിരുവാതിര പുണർത്തി മുക്കാലും മിഥുനക്കൂർ. മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ശ്രീലോല സുഹൃതോപചാര കുശല ശ്യാമേക്ഷണ ശാസ്ത്രവിദ് ദൂത കുഞ്ചിതമൂർധജ പടുമദർഹാസ്യങ്കിതദ്യൂതവിൽ ചാർവംഗപ്രിയവാക് പ്രഭക്ഷണ ഗീതപ്രിയോ നൃത്തവിൽ ക്ലീബയ്യാതിരതും സമുന്നശ്ചന്ദ്രേതീയക്ഷകേ. അപ്പോൾ മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാർ സ്ത്രീകളിൽ ആസക്തിയുള്ള ആൾക്കാരായിരിക്കും. സുരതോപചാര കുശല എന്ന് പറയുമ്പോൾ കാമക്രീഡകളിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരിക്കും. ശ്യാമേക്ഷണ, നല്ല കൃഷ്ണമണി കറുത്ത നല്ല മനോഹരമായ കണ്ണുകളോട് കൂടിയ ശ്യാമേക്ഷണം. ശാസ്ത്രവിത്ത്, ശാസ്ത്രങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ള ആളായിരിക്കും. ശാസ്ത്രവിത്താർ ഏത് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും അവർക്ക് ആധികാരികമായിട്ട് പറയാനുള്ള. ദൂതൻ ആയിരിക്കും, മനസ്സിലൊന്നും നിൽക്കത്തില്ല, അത് ഇങ്ങനെ പറഞ്ഞു പോകും. കുഞ്ചിതമൂർധജ. അപ്പോൾ കുഞ്ചിതമൂർധജ എന്നുള്ളത് കൊണ്ട് നല്ല ചുരുണ്ട തലമുടിയോട് കൂടിയതാണ്, മനോഹരമായ. പടുമതിർ, വളരെ ബുദ്ധിമാന്മാരായിരിക്കും. ഹാസ്യങ്കിത, മറ്റുള്ളവരെ കളിയാക്കാനൊക്കെ നല്ല വിരുദ്ധമുള്ള ആൾ. ചൂതുകളിയിൽ താല്പര്യമുള്ള ആൾക്കാർ. ചാർവങ്ക, മനോഹരമായ ശരീരത്തോടു കൂടിയ. പ്രിയവാക്ക്, നല്ല ഭക്ഷണ പദാർത്ഥങ്ങളോട് നല്ല വാക്കുകളോടും താല്പര്യമുള്ള ആൾക്കാർ. അതാണ് പ്രഭക്ഷണ രുചിർ ഗീതപ്രിയോ നൃത്തവിൽ, പാട്ടും ഡാൻസും അതുപോലെ സിനിമകളിലുമൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. ക്ലീബയ്യാതിരതിം, തന്നെ ആ കാര്യം സാധിക്കുന്നതിന് ആരുമായിട്ടും കൂട്ടുകൂടുന്നവരായിരിക്കും. അന്യരുടെ മനസ്സറിയുവാനുള്ള സാമർഥ്യവും ഉണ്ടാവും. സംഭാഷണത്തിൽ നല്ല ചാതുര്യമുള്ളവരായിരിക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഉയർന്ന മൂക്കോട് കൂടിയതായിട്ടുള്ള സമുന്നശ്ചന്ദ്രയെ തൃതീയക്ഷയെ
ഉയർന്ന നാസികയുള്ളവരായിരിക്കും എന്നുള്ളതുകൊണ്ട് സാധാരണയിൽ മറ്റ് സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ആൾ കൂടി ആയിരിക്കും എന്നുകൂടി അർത്ഥം കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂർ എന്ന് പറയുമ്പം പുണർത്തിൻ്റെ കാലും പൂയവും ആയില്യവും കൂടെ ചേർന്ന് വരുന്നതാണ് കർക്കിടകക്കൂർ. കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതായിരിക്കുന്ന അവസ്ഥ. ആവക്രദ്ദുതക സമുന്നതകടി സൽസുഹൃൽ ദൈവജ്ഞ പ്രചുരാലേക്ഷനേഹി സംയുതേ ചന്ദ്രവൽ ഹ്രസ്വപീനകള സമേതി ജവശം സാമ്നാ സുഹൃത്വത്സല സ്തോയോ ഉദ്യാനിധിയും സ്വഭേസ്മൃതജാതേ നര. അങ്ങനെയുള്ള ആ സ്വഭാവക്കാർ അല്പം വളവോടും വേഗതയോടും കൂടി നടക്കുന്ന ആൾക്കാരായിരിക്കും. തടിച്ച കടിപ്രദേശവും അതുപോലെ സ്ത്രീകൾക്കും സജ്ജനങ്ങളുടെ ചങ്ങാതിത്വം ഉള്ളവരായിരിക്കും. ജ്യോതിഷജ്ഞാനം എന്ന് മാത്രമല്ല, ഒരാളെ ഫസ്റ്റിൽ കണ്ടാൽ തന്നെ അയാൾ ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏത് സ്വഭാവക്കാരനാണെന്ന് പെട്ടെന്ന് ഇവർക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കുന്നൊരവസ്ഥ ഉള്ള ആൾക്കാരായിരിക്കും. ദൈവജ്ഞ ശബ്ദം കൊണ്ട് ജ്യോതിഷന്മാരാവാം, അല്ലെങ്കിൽ ഈ അനുഗ്രഹമൊക്കെ ഉള്ള ആൾക്കാരാവാം. പ്രചുരാലേധനേഹി എന്ന് പറയുമ്പോൾ ധാരാളം വീടുകൾ ഉള്ള ആളായിരിക്കും. ധനത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ ചന്ദ്രനെ പോലെ ഉണ്ടാകും. ചന്ദ്രനെ പോലെ. ഇന്ന് 15 ദിവസം പൂർണ്ണചന്ദ്രനാണെങ്കിൽ 15 ദിവസം കറുത്ത പക്ഷത്തിലെ ചന്ദ്രനായതുകൊണ്ട് ഏറ്റക്കുറച്ചിലോടുകൂടി സമ്പത്തുള്ള ആളായിരിക്കും. ഉയരം കുറഞ്ഞ ആളായിരിക്കും. ഹ്രസ്വഹ പീനകളഹ തടിച്ച കഴുത്ത് ഉള്ള ആളായിരിക്കും. സമേത ദിവസം സാമ്നാ സുഹൃവത്സല, ഇയാളെ പിണങ്ങി കാര്യം സാധിക്കാൻ പറ്റില്ല. പൂക്കളിലും പൂന്തോട്ടങ്ങളിലും ഒക്കെ ഇഷ്ടമുള്ള ആളായിരിക്കും. ഒരുപാട് വെള്ളദാഹമുള്ള ആളായിരിക്കും. ഇങ്ങനെയുള്ളതായ സുഹൃത്തുക്കൾക്കും പിന്നെ പ്രിയങ്കരനായിരിക്കും. ഇയാളെ പിണങ്ങിയല്ല, സമവായം കൊണ്ട് വശത്താകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് കർക്കിടകക്കൂറിൻ്റെ ഫലം. നമുക്ക് അടുത്തതായിട്ട് പ്രതിപാദിക്കാനുള്ളത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂർ എന്ന് പറയുമ്പം മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും അത് ചിങ്ങക്കൂറാണ്. അതിൻ്റെ അധിപൻ സൂര്യനാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ കൂറുകാർ പൊതുവിൽ തീഷ്ണസ്ഥൂലഹനുർ വിശാലവദന പിങ്കക്ഷണോ അല്പാത്മജ സ്ത്രീദ്വേഷീ പ്രിയ മാംസ കാനക കുപ്പത്യക രേചിരം ക്ഷുതൃഷ്ണോദരദന്തമാർസരുജാം സംപീഡിത ത്യാഗവാൻ വിത്ക്രാന്ത സ്ഥിരധീ സുഗർവിതമനാ മാതൃവിധേയോ അർക്കഭേ. തീഷ്ണ എന്ന് വെച്ചാൽ വളരെ ഇങ്ങനെ പെട്ടെന്ന് ക്ഷമയില്ലാത്തൊരവസ്ഥ വരിക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, തീഷ്ണമായ നോട്ടം ഉണ്ടാകുക, തടിച്ച ഹനുപ്രദേശം, പരന്ന മുഖം, ചുവന്ന കണ്ണ്, കുറഞ്ഞ സന്താനം, ശ്രീദേശ്യോ പ്രിയമാംസ, മാംസത്തിനോട് താല്പര്യമുള്ള ആളായിരിക്കും. കാടിനോടും താല്പര്യമുള്ള ആളായിരിക്കും. അന്യായം പ്രവർത്തിക്കുന്നവരോട് നീണ്ട വൈരം വെച്ച് പുലർത്തുന്ന ആളായിരിക്കും. വിശപ്പ് ദാഹം ഇത് സഹിക്കാൻ പറ്റില്ല. ക്ഷുത്ത് ത്രിട്ട് വിശപ്പ് ദാഹം ഒക്കെ ഉള്ള ആളാണ്. ഉദരദന്തമാനസജാം പല്ലിനും കണ്ണിനും മനസ്സിനും ഒരു അസ്വസ്ഥതയുള്ള ആളായിരിക്കും. അതേപോലെ തന്നെ ഈ അസിഡിറ്റി മുതലായ ആ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും. നിസാര കാര്യങ്ങൾ മനസ്സിൽ കിട്ടിയാൽ അത് ഇങ്ങനെ ചിന്തിച്ച് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് എത്തപ്പെട്ട് മനസ്സ് ദുർബലപ്പെടുന്ന ആൾക്കായിരിക്കും. സംപീഡിത, അങ്ങനെ ഇവർക്ക് ആ വളരെ അന്യായം പ്രവർത്തിക്കുന്നതോട് നീണ്ട വൈരം ഉള്ള ആൾക്കാരായിരിക്കും. ത്യാഗശീലം, പരാക്രമം, സ്ഥിരബുദ്ധി, ഗർവ്, ആരുടെ മുമ്പിൽ തലകുനിക്കുക. കാരണം സിംഹരാശിയല്ലേ, ആരുടെ മുമ്പിൽ തലകുനിക്കില്ല എന്നുള്ളതായ സ്വഭാവം ഉണ്ടാവും. പക്ഷേ മാതൃവിധേയർക്കഭേ, അമ്മയോട് ഭയങ്കര ഇഷ്ടവും അമ്മ പറയുന്നതിനപ്പുറത്തോട്ട് നിൽക്കാത്ത പ്രകൃതവും അമ്മയെ അനുസരിച്ച് പോകുന്ന സ്വഭാവക്കാരും ആയിരിക്കും. അതാണ് മാതൃവിധേയോ അർക്കഭേ. അതാണ് ചിങ്ങക്കൂറിൻ്റെ ഫലം. ഇനി കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്രത്തി മുക്കാലും അത്തവും ചിത്തിരത്തരയും, അത് കന്നിക്കൂറാണ്. ചിത്തിരയുടെ 30 നാഴിക വരെ, ഉത്രത്തിൻ്റെ കാലം മുതൽ
അതിൻ്റെ അധിപൻ ബുധനാണ്. അതാണ് ശരിക്കും അവിടെയുള്ള അതാണല്ലോ ആ രാശിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വ്രീളാമന്ധരചാരുവീക്ഷണഗതി ദശാംസ ബാഹുസുഖി ശ്വഷ്ണ സത്യരഥ കലാസുവണ ശാസ്ത്രാർത്ഥ വിദ്ധാർമിക മേധാവി സുരതപ്രിയ പരഗ്രഹേ വിത്തേശ സംയുജ്യതേ കന്യായാം പരദേശക പ്രിയവജോ കന്യാപ്രജോ അൽപാത്മജ. വ്രീളാമന്ധരചാരുഷ ലജ്ജാശീലമുള്ളയാളായ നിമിത്തം മന്ദവും സുന്ദരവുമായ ഒരു നടത്തം, നോട്ടവും അതുപോലെ തന്നെ ഒതുങ്ങിയ ചുമലും കയ്യും, സൗഖ്യം, നല്ല മധുരമായ ഭാഷണം, സത്യത്തിൽ ദാർഢ്യം, അതായത് ഒരിക്കലും സത്യം വിടുന്ന ആളായിരിക്കത്തില്ല, കലകളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കും, ശാസ്ത്രജ്ഞാനം, ധാർമ്മികത്വം, ബുദ്ധിസാമർഥ്യം ഇവയൊക്കെയുള്ളതായിരിക്കും, കാമക്രീഡകളിൽ താല്പര്യമുള്ളവരായിരിക്കും. കന്യായാം പരദേശക അന്യദേശത്ത് പോയി താമസിക്കാനും അന്യദേശവുമായിട്ട് ബന്ധമുണ്ടാകാനും അന്യരുടെ വീടിൻ്റെയും ധനത്തിൻ്റെയും സ്വായത്തീകരണവും പരദേശഗമനവും അല്പസന്താനം സ്ത്രീപ്രജാ വർധനവും ഫലമാണ്. ഇതാണ് കന്യക്കൂറിൻ്റെ ഫലം. ഇനി തുലാം കൂറിനെ കുറിച്ചുള്ളതാണ്. ആ തുലാം എന്ന് പറയുമ്പോൾ ചിത്തിരത്തരയും ചോതി വിശാഖത്തിൽ മുക്കാലും തുലാത്തിലും. അതിൻ്റെ അധിപൻ ശുക്രനാണ്. ആ തുലാക്കൂറുകാർ പൊതുവേ നമ്മൾ പറയുന്നത് ദേവബ്രാഹ്മണ സാധു പൂജനരത പ്രാജ്ഞ ശുചി സ്ത്രീജിത പ്രാംശുസുന്നത നാസിക കൃഷജലൽഗാത്രോടനോർധാന്യുത ഹീനാംഗ ക്രയവിക്രയേഷു കുശല ദേവദ്വിനാമാസുരുക് ബന്ധൂനാ ഉപകാരകൃത്ത് വിരക്ഷിത ത്യക്തസ്തുതൈ സപ്തമൈ. ദേവബ്രാഹ്മണ സാധു, ദേവന്മാരെയും ബ്രാഹ്മണരെയും പൂജിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും. പ്രാജ്ഞത്വം ഉള്ളവരാണ്, ശുചിത്വമുള്ളവരാണ്, സ്ത്രീജിതത്വമുള്ളവരാണ്, ഉയർന്ന ശരീരവും മൂക്കും വലിഞ്ഞ് ഇളകുന്ന ദേഹവും ഉള്ളതാണ്, സഞ്ചാരശീലപ്രിയത്വം ഉള്ളതാണ്, ധനം, അംഗവൈകല്യം, കച്ചവടത്തിൽ സാമർഥ്യമുള്ളവരായിരിക്കും, ബിസിനസ്സിൽ വളരെ കേമന്മാരായിരിക്കും, ദേവനെ സംബന്ധിച്ചുള്ളതായ ഒരു പേര് അല്ലെ ഒരു ദേവദ്വിനാമ 2 പേരോട് കൂടിയ ആളായിരിക്കും. രോഗം, ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യൽ, അതെല്ലാം ബന്ധൂന ഉപകാരകൃത്, ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്താൽ അവരെല്ലാം അവസാനം ഇയാളുടെ ശത്രുവായി പരിണമിക്കുന്നതും അവർ ദേഷ്യത്തോടുകൂടി അവരാൽ ത്യജിക്കപ്പെടുകയും ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ഫലം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. മൃദുലനയന വക്ഷവൃത്തജംഘോരുജാനുർജനകഗുരുവീക്ത ശൈശവേ വ്യാധിതശ്ച നരപതികുലപൂജ്യ പിങ്കള ക്രൂരജ്യേഷ്ഠശകുലിശഗാംഗ ഛന്നബാബോ അളിജാത. മൃദുലനയന വക്ഷ, അപ്പോൾ വലിയ കണ്ണ്, വിരിഞ്ഞ മാറ്, ഉരുണ്ട കണങ്കാലുകൾ, തുടയും മുട്ടും, അതോടൊപ്പം തന്നെ ജനകഗുരുവിക്ത, ജനകന്മാരെയും ഗുരുക്കന്മാരെയും വിട്ടുപോകുന്നതാണ്. ശൈശവേ വ്യാധി, ചെറുപ്പകാല ബാല്യത്തിൽ രോഗമുള്ളവരായിരിക്കും. നരപതികുല പൂജ്യ, രാജാക്കന്മാരാലും പ്രഭുക്കന്മാരാലും പൂജിതരാകും. അപ്പോൾ ജനകഗുരുവിക്ത എന്നുള്ളതുകൊണ്ട് അച്ഛനും ഗുരുക്കന്മാരും ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടി രാജാക്കന്മാരാലും പ്രഭുക്കന്മാരാലും പൂജിതനാകണമെങ്കിൽ തൻ്റെ സ്വപ്രയത്നം കൊണ്ട് താൻ ആർജിച്ചതായിരിക്കുന്ന ഗുണങ്ങളെ, അപ്പോൾ സ്വപ്രയത്നം കൊണ്ട് വലുതാകുന്ന സ്വഭാവക്കാരായിരിക്കും ഈ കൂറുകാർ. പിങ്കള വർണ്ണമുള്ളവരാണ്. ക്രൂരചേഷ്ടക, ആ ക്രൂരകർമ്മങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നും ചെയ്യുന്നതിന് മടിയില്ലാത്തവരാകും. മത്സ്യം, വജ്രം, പക്ഷി എന്നിവയുടെ ആകൃതിയുള്ള രേഖ മറച്ചു വയ്ക്കപ്പെട്ടതായിരിക്കുന്ന പാപകർമ്മങ്ങൾ, അതാണ് ഛന്നപാപോ അളിജാതക, ഛന്നപാപത്വം ഉള്ള ഒരു സ്വഭാവക്കാരാണ് ഈ വൃശ്ചിക കൂറുകാർ. ഇനി ധനുക്കൂറ്. വ്യാധീർഘാസ്യ ശിരോധന പിതൃധനസ്ത്യാഗീ കവിർവീര്യവാൻ വക്താസ്ഥൂലസ കർമ്മോദ്യത ശില്പവിൽ കുബ്ജാംസ കുനഖി സുമാംസരോജ പ്രാഗൽഭ്യവാൻ ധർമ്മവിൽ ബന്ധുനിർണബലാൽ സമേതിജവശം സാമ്നൈക സാധ്യോ അശുജ. അത് ഈ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാല് ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. അതിൻ്റെ അധിപൻ വ്യാഴാണ്.
അപ്പോൾ ആ ധനുക്കൂറുകാരുടെ സ്വഭാവമാണ് നമ്മൾ ഈ ഇതിൽ പ്രതിപാദിച്ചത്. വളരെ നീണ്ട മുഖവും കഴുത്തും, പിതൃധനം ലഭിക്കുന്നവരും, ദാനശീലത്വം, കവിത്വം, വീര്യം, വാക്സാമർഥ്യം, തടിച്ച പല്ല്, ചെവി, മൂക്ക്, ചുണ്ട്, എല്ലാ പ്രവൃത്തികളിലും ഉത്സാഹം, ശില്പവിദ്യാജ്ഞാനം, കുനിഞ്ഞ ചുമലുകൾ, കുഴിനഖം, തടിച്ച കൈകൾ, അനധിക സാധാരണമായ പ്രതിഭ, ധർമ്മബോധം, ബന്ധുക്കളുമായി ദ്വേഷം, ഭയപ്പെടുത്തി വശത്താക്കാൻ ഇവരെ കഴിയുകയില്ല. അവരെയും നമ്മൾ സ്നേഹബുദ്ധിയോടുകൂടി സമീപിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എന്തും ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. അതാണ് ആ കൂറുകാരുടെ ഫലം. ഇനി മകരക്കൂറാണ്. ആ മകരക്കൂർ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും കൂടെ ചേരുന്നതാണ് മകരക്കൂറ്. ആ കൂറിൻ്റെ അധിപൻ ശനിയാണ്. നിത്യം ലാളേതി സ്വദാരധനയന്ധധർമ്മധ്വജോദക്ഷാമഗഡ് ഗൃഹീതവചന സൗഭാഗ്യുക്തോ അലസഃ ശീതാലമനുജോ അടനശ്ച മകരേ സത്വാധി കാവ്യകല്ലുബ്ധോ അഗമ്യജരാംഗനാ സുനിരത സന്ധ്യഗ്ധലജ്ജോ അഘണഃ. നിത്യം ലാളേതി, തൻ്റെ ഭാര്യയെയും കുട്ടികളെയും എപ്പോഴും ലാളിക്കുന്നതിൽ താല്പര്യമുള്ള ആളായിരിക്കും. അത് ധാർമ്മികത്വത്തെ അടിക്കുന്ന ആൾക്കാരുമായി. അരക്കെട്ടിന് താഴെ വളരെ മെലിഞ്ഞവർ, ശോഷിച്ച പ്രകൃതിയായിരിക്കും. സുന്ദരമായ നല്ല നയനം, ചടച്ച കടിപ്രദേശം, ശാസ്ത്രജ്ഞാനം, സർവജനപ്രിയത്വം, അലസഹ മടിയന്മാരായിരിക്കും പൊതുവെ. തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇഷ്ടമുണ്ടാകും. പൊതുവെ മടി സ്വഭാവം കാണിക്കുകയും തണുപ്പ് സഹിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കത്തില്ല. അവർക്ക് എപ്പോഴും ഈ ജലജന്യമായിരിക്കുന്ന രോഗങ്ങളും വിഷമങ്ങളും. സഞ്ചാരപ്രിയരായിരിക്കും. അതേപോലെ സത്വഗുണം ഉള്ളവരായിരിക്കും. സാത്വിക ഗുണപ്രധാനം ഉള്ള ആൾക്കാരായിരിക്കും. കാവ്യരചന, ലുബ്ധ്, അഗമ്യകളായ സ്ത്രീകളിൽ ഗമിക്കാനുള്ളതായ ഒരു സ്വഭാവം, നിർലജ്ജത്വം, നിർഭയത്വം. ഇത് ഈ കൂറുകാർക്ക് ഉള്ള ഒരു പ്രത്യേക സ്വഭാവങ്ങളാണ്. അതാരെയും ഈ പറഞ്ഞ പോലെ തന്നെക്കാൾ മുതിർന്ന ആൾക്കാരുമായിട്ടായിരിക്കും സുഹൃത്ത് ബന്ധവും. അതേപോലെ തന്നെ വൃദ്ധ സ്ത്രീകളോട് താല്പര്യമൊക്കെ ഉള്ള പൊതു പ്രകൃതക്കാരായിരിക്കും എന്നാണ് മകരക്കൂറിനെ കുറിച്ച് പറയുന്നത്. ഇനി കുംഭം ആണ്. കുംഭം എന്ന് പറയുമ്പോൾ അവിട്ടത്തരയും ചതയും പൂരുട്ടാതി മുക്കാലും കുംഭക്കൂറ്, അതിൻ്റെ അധിപൻ ശനി തന്നെയാണ്. അത് കരഭകളസിരാളഖരരോമശ ദീർഘതനു പൃഥുചരണോരു പഷ്ട ജഗനാസ്യ കടുബധിര പരവനിതാർത്ഥ പാപനിരതാക്ഷയവൃദ്ധിയുത പ്രിയ കുസുമാൻ ലേവന ഘടജോ അധ്വസ. കരഭകളസിര, ഒട്ടകത്തിൻ്റേതുപോലെ നീണ്ട കഴുത്ത്, ഉയർന്നു കാണാവുന്ന ഞരമ്പുകൾ, പരുപരുത്തതായ രോമം, നീണ്ട ദേഹം, തടിച്ച കാല്, തുട, പൃഷ്ഠം, അരക്കെട്ട്, കടിപ്രദേശം, മുഖം എന്നിവ ഒരു നിഷ്ഠൂര സ്വഭാവമുള്ളവരാണ്. പരസ്ത്രീകളിലും പരധനത്തിലും താല്പര്യമുള്ളവരായിരിക്കും. പരകർമ്മത്തിൽ താല്പര്യം, ഏറ്റക്കുറച്ചിലുള്ള ജീവിതം, സുന്ദരങ്ങളായ പുഷ്പങ്ങൾ, കുറിക്കൂട്ടുകൾ, ബന്ധുക്കൾ എന്നിവയിലും താല്പര്യം. കോസ്മെറ്റിക്സിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും പൊതുവെ. ഒരു ശരീരമൊക്കെ നല്ല രോമത്തോടു കൂടിയവരും ആയിരിക്കും. നല്ല ദീർഘകായന്മാരും ആവാനാണ് സാധ്യത. അത് ഈ പറയുന്ന വിഷയങ്ങളിൽ ഇനി മീനക്കൂറിനെ കുറിച്ചാണ് പറയുക. മീനക്കൂർ എന്ന് പറയുമ്പോൾ പൊരുട്ടാതിക്കാലം, മുത്തുട്ടാതി, രേവതി, അതാണ് മീനക്കൂർ. അതിൻ്റെ അധിപം വ്യാഴമാണ്. അപ്പോൾ ഈ വ്യാഴമായതുകൊണ്ട് ജലചരതന ഭോക്തദ്ധാരവാസോനുരക്ത സമരുചര ശരീരസ്തുംഗനാസോ ബൃഹൽക്ക അഭിഭവസ്ത്രീജിതശ്ചാരിദൃഷ്ടിദ്യുതിനിധനഭോഗി പണ്ഡിതശ്ചന്ദ്യരാശു. അത് രണ്ട് മത്സ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന രാശിയാണ് മീനരാശി. അതുകൊണ്ട് ജലത്തിൽ നിന്നും ജലചര വസ്തുക്കളിൽ നിന്നും ധാരാളം ധനം സമ്പാദിക്കുന്ന ആൾക്കാരായിരിക്കും. ഭാര്യയിലും നല്ല വസ്ത്രങ്ങളിലും നന്നായിട്ട് ഉടുത്തൊരുങ്ങി വെൽ ഡ്രസ്ഡ് ആയിരിക്കും. നല്ല ഒത്ത ശരീരമാണ്, ഉയർന്ന മൂക്ക്, വലിയ ശിരസ്, അല്ലെങ്കിൽ വലിയ ശിരസ് എന്നുള്ളതുകൊണ്ട് നല്ല ബുദ്ധി, സാമർഥ്യമുള്ള ആൾക്കാർ, ശത്രുജയം, സ്ത്രീജിതത്വം, തേജസ്, സുന്ദരമായ ദൃഷ്ടി, നിധി, ധനം എന്നിവയുടെ
ഭോഗം, പാണ്ഡിത്യം, നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും, നല്ല 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 ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ, റിസർച്ച് ഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ആ രാശിയിൽ ആ കൂറിൽ ജനിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് 12 കൂറിൻ്റെ ഫലം. പക്ഷേ ഈ 12 കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ അതിൽ ചന്ദ്രൻ്റെ ബലവും ആ ആരൂഢപതിയുടെ സ്ഥിതിയും ആരൂഢപതിയുടെ ആശ്രയരാശി സ്ഥിതിയും അനുസരിച്ച് ഇതിൻ്റെ ഫലത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ബലവാനാണെങ്കിലും ഉണ്ടാവും. അതേപോലെ തന്നെ ആ ആശ്രയിച്ചിരിക്കുന്ന ശുഭഗ്രഹങ്ങളുടെ യോഗം ഉണ്ടെങ്കിൽ അത് നന്നാവും. അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണ ഫലം ഉണ്ടാകണമെങ്കിൽ ചന്ദ്രൻ്റെ ബലാബലങ്ങളെ ആശ്രയിച്ചായിരിക്കും അതുണ്ടാവുക. ആ ചന്ദ്രൻ്റെ ബലവും അതിൻ്റെ ആശ്രയപതിയുടെയും അതിൽ യോജിക്കുന്നതായ ഗ്രഹങ്ങളുടെയും ഒക്കെ അതനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കും. ചിലർക്ക് ഭാഗികമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം.